ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് DHEC സെക്കൻഡ് ഇയറിലെ രണ്ടാമത്തെ പേപ്പറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. രണ്ടാമത്തെ പേപ്പറിൽ പ്രധാനമായിട്ടും രണ്ട് പാർട്ടാണുള്ളത്, കമ്മ്യൂണിക്കേഷനും അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷനും. കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ ഫൈനൽ എക്സാമിന് 50 മാർക്കിനാണ് ചോദിക്കുന്നത്, അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നിന്നും 50 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് എന്താണ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ് ഏതൊക്കെയാണ്, കൂടാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്, പിന്നെ കൗൺസിലിംഗ് ടെക്നിക്സ്, ഇന്റർവ്യൂ ടെക്നിക്സ്, അതൊക്കെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻ എന്താണെന്നും അതുകൂടാതെ കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ? അതായത് ആശയവിനിമയം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളിലേക്കോ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിവരങ്ങളാകാം, അതായത് ഇൻഫർമേഷൻസ് ആവാം, അതുപോലെ ഐഡിയാസ്, നമ്മുടെ എന്തെങ്കിലും ഐഡിയാസ് ആകാം, അതുപോലെ ചിന്തകൾ, നമ്മുടെ തോട്ട്സ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷൻസ്, ഫീലിങ്സ് ആകാം. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ, ഐഡിയാസ്, തോട്ട്സ്, ഫീലിങ്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ത്രൂ കോമൺ സിസ്റ്റം ഓഫ് സിംബൽസ്, സയൻസ് ഓർ ബിഹേവിയർ ടു ഗെറ്റ് എ കോമൺ അണ്ടർസ്റ്റാൻഡിങ്. അതായത് രണ്ട് വ്യക്തികളോ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തികളോ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൈമാറുന്ന ഇൻഫർമേഷൻസിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്നത് വാക്കുകളോട് മാത്രമല്ല, പരസ്പരം പലതരത്തിലുള്ള സിമ്പിൾസ് യൂസ് ചെയ്യാം. അതായത് പിക്ചർ ഉപയോഗിച്ച്, ചിത്രങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും സയൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അത്തരത്തിൽ മറ്റൊരാളുമായിട്ട് നമുക്ക് ആശയവിനിമയത്തിൽ ഏർപ്പെടാം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന പദം എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത് എന്നാണ്. ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡെറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് കമ്മ്യൂൺ. കമ്മ്യൂൺ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഒറിജിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ കമ്മ്യൂൺ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? ടു ഷെയർ. ഷെയർ മീൻസ് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, പങ്കുവയ്ക്കുക. ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആശയവിനിമയം എന്താണ്? ആശയവിനിമയത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻഫർമേഷൻസ് ആയാലും ഐഡിയാസ് ആയാലും എന്താണ്? പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മുടെ തോട്ട്സ് ആയാലും ഫീലിങ്സ് ആയാലും പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡ് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത്? കമ്മ്യൂണിൽ നിന്നാണ്. അടുത്ത കമ്മ്യൂണിക്കേഷൻ മറ്റൊരു തരത്തിൽ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ത്രൂ വിച്ച് ടു ഓർ മോർ പേഴ്സൺ കം ടു എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എമംഗ് ദെംസെൽഫ്. അതായത് രണ്ട് വ്യക്തികൾ പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വിവരങ്ങൾ കൈമാറുന്ന ഒരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ടു വേ പ്രോസസ് ആയിരിക്കും. പലപ്പോഴും അത് രണ്ട് വ്യക്തികളായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തികൾ തമ്മിൽ ആയിരിക്കും ആശയവിനിമയം നടത്തുന്നത്. ഒരിക്കലും ഒരാൾ കൊണ്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാണോ? അല്ല. കമ്മ്യൂണിക്കേഷൻ ഒരാൾ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നു, കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടീച്ചറിൽ നിന്ന് കുട്ടികളിലേക്ക് ഇൻഫർമേഷൻ അവിടെ കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ്. നമ്മുടെ എക്സാമിന് 2 മാർക്കിനാണ് കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻ ചോദിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായോ? എന്താണ് കമ്മ്യൂണിക്കേഷൻ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ മറ്റൊരാളുമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലുള്ള ഇൻഫർമേഷൻസ് ആയാലും ഐഡിയാസ് ആയാലും ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഷെയറിംഗ് പ്രോസസ് ആണ് കമ്മ്യൂണിക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ പ്രധാനമായിട്ടും 7 എലമെന്റ്സ് ആണ് ഉള്ളത്. ആദ്യം അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തിൽ സെൻഡർ ആണ്. സെൻഡർ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ മെസ്സേജ് കൊടുക്കുന്ന വ്യക്തിയാണ് സെൻഡർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് മെസ്സേജ്, അത് കഴിഞ്ഞ് എൻകോഡിങ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ചാനൽ ആണ്. അതായത് മെസ്സേജ് ഫ്ലോ ചെയ്യുന്ന ചാനലിനെയാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്നത്. അടുത്ത റിസീവർ, പിന്നെ ഡീകോഡിങ്, ഫൈനൽ ഫീഡ്ബാക്ക്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത് സെൻഡർ ആണ്. സെൻഡർ മീൻ ചെയ്താൽ എന്താണ്? ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. ഒരു മെസ്സേജ് അയക്കുന്ന വ്യക്തി ആരാണ്? ആ വ്യക്തിയെ നമുക്ക് സെൻഡർ എന്ന് വിളിക്കാം. ദ പേഴ്സൺ ഹു ഇന്റന്റ് ടു കൺവേ ദ മെസ്സേജ് വിത്ത് ദി ഇന്റൻഷൻ ഓഫ് പാസിംഗ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ്
to others is known as sender or communicator or source. അതായത് എന്തെങ്കിലും ഒരു വിവരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി മെസ്സേജ് അയക്കുന്ന വ്യക്തി, സന്ദേശം നൽകുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയാണ് നമ്മൾ സെൻഡർ എന്ന് വിളിക്കുന്നത്. സെൻഡറിന്റെ മറ്റൊരു പേരാണ് കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ സോഴ്സ്. സെൻഡറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കമ്മ്യൂണിക്കേറ്റർ എന്നും വിളിക്കാം, അല്ലെങ്കിൽ സോഴ്സ് എന്നും വിളിക്കാം. എക്സാമിന് നമുക്ക് ചോദിക്കും, ഹൂ ഇസ് ദി സോഴ്സ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ? ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ സോഴ്സ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? സെൻഡറിനെയാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? സെൻഡറിനെയാണ്. സെൻഡർ ആണ് ഇത് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു ആശയവിനിമയം തുടങ്ങുന്ന വ്യക്തി ആരാണ്? ആ വ്യക്തിയാണ് സെൻഡർ. ഹി ഈസ് ദി സെൻഡർ ഓഫ് ദി മെസ്സേജ് വിച്ച് മേ ബി തോട്ട്, ഐഡിയ, എ പിക്ചർ, സിമ്പിൾ ആൻഡ് പോസ്റ്റർ ആൻഡ് ജസ്റ്റ് ഈവൻ എ മൊമെന്ററി സ്മൈൽ. ഇപ്പൊ നമ്മൾ നൽകുന്ന മെസ്സേജ് ഏത് രൂപത്തിലുള്ളതായാലും, അതായത് ഇപ്പൊ ചിത്രങ്ങളാകാം, അല്ലെങ്കിൽ ഈവൻ ജസ്റ്റ് ഒരു സ്മൈൽ, ഒരു ചിരി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ആയാലും, ഏത് രൂപത്തിലുള്ള മെസ്സേജ് ആയാലും ആ മെസ്സേജിന്റെ സെൻഡർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നൽകുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയാണ് സെൻഡർ എന്ന് പറയുന്നത്. അത് മെസ്സേജ് കൊടുക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ, ഒരു ആശയവിനിമയം തുടങ്ങുന്നത് ആരിൽ നിന്നാണോ ആ വ്യക്തിയാണ് സെൻഡർ എന്ന് വിളിക്കുന്നത്. സെൻഡറിന്റെ ഒരു മറ്റൊരു പേരാണ് കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ സോഴ്സ്. സോഴ്സ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചാൽ ആരാണ്? സെൻഡർ ആണ്. അടുത്തത് രണ്ടാമത്തെ നോക്കാം ഏതെന്ന്. അടുത്താണ് മെസ്സേജ്. നമുക്ക് എല്ലാവർക്കും അറിയാം മെസ്സേജ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നൽകുന്ന ഇൻഫർമേഷന്റെ, വിവരത്തിന്റെ വിഷയം, പ്രധാനപ്പെട്ട വിഷയം എന്താണോ അതിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. മെസ്സേജ് ഈസ് ദി സബ്ജക്ട് മാറ്റർ ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ വിഷയം, സബ്ജക്ട് എന്താണോ അതിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് മെസ്സേജിന് എന്തെന്ന് വിളിക്കാം? ഹാർട്ട് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഹാർട്ട്, കേന്ദ്രം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? മെസ്സേജിനെയാണ്. ഇറ്റ് ക്യാൻ ബി വെർബൽ ബോത്ത് റിട്ടൺ ആൻഡ് സ്പോക്കൺ ഓർ നോൺ വെർബൽ. കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുമ്പോൾ വെർബലും ഉണ്ട്, നോൺ വെർബലും ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചാവാം, അല്ലെങ്കിൽ എഴുത്ത് രൂപേണ. ഇപ്പൊ ഒരു വ്യക്തി, നമ്മൾ ഫ്രണ്ട്സിന്റെ കത്ത് അയക്കാറില്ലേ, അപ്പൊ അതെന്താണ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയാലും അതുപോലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കത്തില്ല. എന്തെങ്കിലും ചിത്രങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സയൻസ്, ആംഗ്യ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാവാം. അത്തരത്തിലുള്ള മെസ്സേജ് ആയാലും അത് കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ക്യാൻ മെസ്സേജ് എന്ന് പറയുന്നത് വെർബലും ആവാം, നോൺ വെർബലും ആവാം. നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെർബൽ ഫോമിലും ആവാം, നോൺ വെർബൽ ഫോമിലും ആവാം. എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാകാം. അതൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ ഒരാളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് അതൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ നമ്മൾ ഒരു വ്യക്തിക്ക് ലെറ്റർ എഴുതുന്നത്, കത്തുകൾ അയക്കുന്നത് എന്താണ്? ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. അതായത് ഇപ്പൊ നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ അത് ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം, ഒന്നിനോടുള്ള, ഒരു വിഷയത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐ കോണ്ടാക്ട്, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുമ്പോൾ അതെന്താണ്? ഒരു നോൺ വെർബൽ സൈൻ ആണ്. ഇപ്പൊ മെസ്സേജ് എന്ന് പറയുന്നത് വെർബൽ ആയാലും നോൺ വെർബൽ ആയാലും അതിന്റെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനിൽ എന്തായിരിക്കും? മെസ്സേജ് ആണ്. നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്താണ് എൻകോഡിങ്. എൻകോഡിങ് എന്ന് പറയുന്നത് എന്താണ്? കൺവേർഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ ഇൻടു സിംബൽസ് ഈസ് ദി പ്രോസസ് ഓഫ് എൻകോഡിങ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സെൻഡർ ഉപയോഗിക്കുന്ന, അതായത് സെൻഡർ നൽകുന്ന മെസ്സേജ് അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാകാം, ചിത്രങ്ങളാകാം. ആ ഒരു പ്രോസസ്സിനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. ഇപ്പം സെൻഡർ നൽകുന്ന മെസ്സേജ് എളുപ്പത്തിൽ റിസീവറിന് പിടികിട്ടണം. അതിനു വേണ്ടി പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാം, അതുപോലെ ചിത്രങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജെസ്റ്റേഴ്സ് യൂസ് ചെയ്യാം, ആംഗ്യ ഭാഷകൾ ഉപയോഗിക്കാം. അത്തരത്തില് വാക്കുകൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്.
എൻകോഡിങ് നടക്കുന്നത് സെന്ററിലായിരിക്കും. ഇപ്പൊ നമ്മുടെ എക്സാമിന് 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എൻകോഡിങ് നടക്കുന്നത് ആരിലാണെന്ന്. എൻകോഡിങ് എപ്പോഴും നടക്കുന്നത് സെന്ററിലായിരിക്കും. The sender encode it in such a manner that can be well understood by the receiver. സെൻഡർ ഇത്തരത്തില് നൽകുന്ന മെസ്സേജിനെ എൻകോഡ് ചെയ്യുമ്പോഴാണ് അത് സ്വീകരിക്കുന്ന വ്യക്തി നമ്മൾ റിസീവർ എന്ന് വിളിക്കും. ആ റിസീവറിന് എളുപ്പത്തിൽ മനസ്സിലാകുന്നത്, നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എളുപ്പത്തിൽ മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. അപ്പൊ എന്താണ് എൻകോഡിങ്? എൻകോഡിങ് എന്ന് പറയുന്നത് നമ്മൾ നൽകുന്ന സബ്ജക്റ്റ്, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനെ എളുപ്പത്തിൽ റിസീവറിന് പിടികിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് യൂസ് ചെയ്യുന്ന വാക്കുകളായാലും ചിത്രങ്ങളായാലും ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എൻകോഡിങ്. എൻകോഡിങ് ആരിലാണ് നടക്കുന്നത്? സെന്ററിലാണ് എൻകോഡിങ് നടക്കുന്നത്. അപ്പൊ അടുത്ത എലമെന്റ് ഏതെന്ന് നോക്കാം. അടുത്താണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ മീഡിയ എന്നൊക്കെ വിളിക്കും. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ? നമ്മൾ നൽകുന്ന മെസ്സേജ്, ഇപ്പൊ സെൻഡർ നൽകുന്ന മെസ്സേജ് റിസീവറിലേക്ക് എത്തിച്ചേരണം. ആ മെസ്സേജ് കടന്നു പോകുന്ന ഒരു പാത്ത് വേ പറയുന്ന പേരാണ് ചാനൽ. ചാനൽ refers to the way or mode the message flows or transmitted through. അതായത് സെൻഡർ നൽകുന്ന മെസ്സേജ് ഏത് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവറിലേക്ക്, അത് സ്വീകരിക്കുന്ന വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നത്, ആ പാത്ത് വേ അല്ലെങ്കിൽ ആ വേ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ മീഡിയ എന്നൊക്കെ പറയാം. The message is transmitted over a channel that links the sender with the receiver. ഈ സെൻഡറിനെയും റിസീവറിനെയും കണക്ട് ചെയ്ത ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ചാനലാണ്. ഈ ചാനലാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ സെൻഡറിനെയും റിസീവറിനെയും കണക്ട് ചെയ്ത ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. The message may be oral or written and it may be transmitted through a letter, computer, telephone, cell phone, apps or television. ഇപ്പം മെസ്സേജ്, നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഫോൺ വഴിയാവാം, അല്ലെങ്കിൽ ഒരു ലെറ്റർ, കത്തുകൾ വഴിയാവാം, ടെലിഫോൺ വഴിയാവാം. എന്ത് തന്നെയായാലും ഈ ചാനലാണ് സെൻഡറിനെയും റിസീവറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ന്യൂ പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ടെലിവിഷനിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ടെലിവിഷൻ അവിടെ എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി എന്താണ് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. അപ്പൊ ന്യൂസ് പേപ്പറിലുള്ള പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ ന്യൂസ് പേപ്പർ അവിടെ എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാറുണ്ട് ഫോണിൽ. അപ്പൊ ഫോൺ അവിടെ എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. അത് ഏത് വഴിയാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഏത് വഴിയാണോ ഒരു മെസ്സേജ് കടന്നു പോകുന്നത്, ആ കമ്മ്യൂണിക്കേഷന്റെ ആ പാത്ത് വേ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ മീഡിയ എന്നൊക്കെ വിളിക്കാം. അടുത്ത എലമെന്റ് ഏതാണെന്ന് നോക്കാം. അടുത്താണ് റിസീവർ. നമ്മൾ നേരത്തെ സെൻഡർ എന്താണെന്ന് പറഞ്ഞു. സെൻഡർ എന്താണ്? മെസ്സേജ് കൊടുക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയാണ് സെൻഡർ എന്ന് വിളിക്കുന്നത്. റിസീവർ ആരായിരിക്കും? മെസ്സേജ്, നമ്മൾ നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന ഇൻഫർമേഷൻസ് സ്വീകരിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയാണ് റിസീവർ എന്ന് വിളിക്കുന്നത്. റിസീവർ ഈസ് ദി പേഴ്സൺ ഓർ ഗ്രൂപ്പ് whom the message is meant for. ചിലപ്പോൾ റിസീവർ എന്ന് പറയുന്ന ചില സന്ദർഭങ്ങളിൽ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിലധികം പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കാം. He may be a listener, a reader or viewer. ചിലപ്പോൾ ഒരു കേൾവിക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വായനക്കാരനായിരിക്കാം. ഇപ്പൊ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ആരാണ്? ഒരു വായനക്കാരനാണ്. പലതരത്തിലുള്ള ഇൻഫർമേഷൻ ആണല്ലോ നമ്മുടെ ന്യൂസ് പേപ്പറിലൂടെ നമുക്ക് എത്തുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഒരു റിസീവർ ആണ്. റിസീവർ അവിടെ ഒരു വായനക്കാരനാണ്. Any negligence on the part of the receiver may make the communication ineffective. അപ്പൊ എന്തെങ്കിലും ഒരു അശ്രദ്ധ, അതായത് മെസ്സേജ് സ്വീകരിക്കുന്ന വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു അശ്രദ്ധ കൊണ്ടും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഫലപ്രദമായിട്ട് നടക്കാൻ പറ്റാതെ വരും. അതായത് റിസീവർ എന്ന് പറയുന്നത് എപ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം ഇരിക്കാൻ. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ റിസീവർ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം ഇരിക്കാൻ. എന്തെങ്കിലും ഒരു അശ്രദ്ധ എന്താണ്? കമ്മ്യൂണിക്കേഷനെ ഇൻഎഫക്റ്റീവ് ആക്കി മാറ്റും. റിസീവർ എന്ന് പറയുന്നത് ആരാണ്? മെസ്സേജ് സ്വീകരിക്കുന്ന വ്യക്തിയാണ് റിസീവർ എന്ന് പറയുന്നത്. റിസീവർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വ്യക്തിയാവാം, ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആവാം, ചിലപ്പോൾ ഒന്നിലധികം പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആവാം. അടുത്താണ് ഡീകോഡിംഗ്. നമ്മൾ നേരത്തെ വേറൊന്ന് പറഞ്ഞായിരുന്നു, എൻകോഡിംഗ്. എൻകോഡിംഗ് ആരിലാണ് നടക്കുന്നത്? സെൻഡറിലാണ്. അപ്പൊ ഡീകോഡിംഗ് ആരിലായിരിക്കും നടക്കുന്നത്? റിസീവറിലാണ്. അപ്പൊ എൻകോഡിംഗ് നടക്കുന്നത് സെൻഡറിലാണ്, ഡീകോഡിംഗ് നടക്കുന്നത് ആരിലാണ്? റിസീവറിലാണ്. ഡീകോഡിംഗ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താണ്? ഇറ്റ് മീൻസ് ദി കോംപ്രഹെൻഡിങ് ദി മെസ്സേജ്. അതായത് നമ്മൾ നൽകുന്ന മെസ്സേജ്, നമ്മൾ നൽകുന്ന ഇൻഫർമേഷൻ റിസീവർ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ് ആണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. The person who received the message or symbol from the communicator
tries to convert the same in such a way so that he may extract its meaning to its complete understanding. അതായത് സെൻഡർ നൽകുന്ന മെസ്സേജ്, സെൻഡർ അയക്കുന്ന ഇൻഫർമേഷൻസ് ഒരു റിസീവർ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ വ്യക്തമാക്കുന്ന ഒരു പ്രോസസ്സാണ് ഡീകോഡിംഗ്. ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഫലപ്രദമായി നടന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഡീകോഡിങ്ങിലൂടെയാണ്. ഇപ്പൊ ടീച്ചർ ഒരു ക്ലാസ് എടുക്കുന്നു, അപ്പൊ കുട്ടികൾ എന്താണ് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ടീച്ചറിന് അത് കുട്ടികൾക്ക് മനസ്സിലായോ എന്ന് നമുക്ക് വ്യക്തമാകുന്നത് എങ്ങനെയാണ്? അവർ കാണിക്കുന്ന എക്സ്പ്രഷൻസിലൂടെയും അവരുടെ ആറ്റിറ്റ്യൂഡിലെയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായി നല്ല രീതിയിൽ നടന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് എവിടെയാണ്? ഏത് എലമെന്റിലാണ്? ഡീകോഡിങ്ങിലാണ്. അതായത് നമ്മൾ സെൻഡർ നൽകിയ മെസ്സേജ് ഈ റിസീവർ, മെസ്സേജ് സ്വീകരിക്കുന്ന വ്യക്തി നല്ലതുപോലെ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് ഡീകോഡിംഗ്. റിസീവർ തന്റേതായ രീതിയിൽ ചിത്രങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിച്ച് തന്റേതായ രീതിയിൽ സെൻഡർ നൽകിയ മെസ്സേജിന് മനസ്സിലാക്കിയെടുക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ റിസീവർ മെസ്സേജ് മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് ഡീകോഡിംഗ്. ഡീകോഡിംഗ് നടക്കുന്ന ആരിലാണ്? റിസീവറിലാണ്. അടുത്ത കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ ഒരു ഫൈനൽ എലമെന്റ് ആണ് ഫീഡ്ബാക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഫീഡ്ബാക്ക് എന്ന്. അതായത് നമ്മൾ നൽകിയ മെസ്സേജ്, സെൻഡർ അയച്ച മെസ്സേജിന് റിസീവർ തിരികെ നൽകുന്ന ഒരു പ്രതികരണം, റെസ്പോൺസ് ആണ് ഫീഡ്ബാക്ക്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റെസ്പോൺസ് ഗിവൺ ബൈ ദി റിസീവർ ടു ദി സെൻഡർ. അതായത് സെൻഡർ ഒരു മെസ്സേജ് നൽകി, റിസീവർ അതിന് തിരിച്ച് ഒരു റെസ്പോൺസ് കൊടുക്കുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഈ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അവിടെ വളരെ നല്ല രീതിയിൽ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സെൻഡർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ റിസീവറിനെ അതിന് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയെന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴാണ്. ഫീഡ്ബാക്ക് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഫീഡ്ബാക്ക് ക്യാൻ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യണം, അതിനെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഫീഡ്ബാക്ക് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ഇത്തരത്തിൽ റിസീവർ നൽകുന്ന ഈ ഫീഡ്ബാക്കിൽ നിന്നാണ് സെൻഡറിന്റെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയോ ഇല്ലേ എന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്. The appropriate feedback is given by the receiver to the sender. Then the sender can modify, remodel the strategy of communication. ഇത്തരത്തിൽ സെൻഡർ തിരിച്ച് ഫീഡ്ബാക്ക് നൽകുമ്പോൾ സെൻഡറിന് തന്റെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും മോഡിഫൈ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? സെൻഡറിന് കൊടുക്കുന്ന ഒരു റെസ്പോൺസ് ആണ്. ആര് കൊടുക്കുന്നത്? റിസീവർ കൊടുക്കുന്ന ഒരു റെസ്പോൺസ് ആണ് ഫീഡ്ബാക്ക്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഹോൾ പ്രോസസ്സ് ഒരു ഡയഗ്രത്തിലൂടെ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷനിലെ പ്രധാനമായിട്ട് എത്ര എലമെന്റ്സ് പറഞ്ഞു? 7 എലമെന്റ്സ് ആണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? സെൻഡർ, പിന്നെ മെസ്സേജ്, അത് കഴിഞ്ഞ് എൻകോഡിംഗ്, ചാനൽ, റിസീവർ, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക്. ഇപ്പൊ സെൻഡർ എന്ന് പറയുന്ന ആരാണ്? മെസ്സേജ് അയക്കുന്ന വ്യക്തിയാണ് സെൻഡർ എന്ന് പറയുന്നത്. സെൻഡർ ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്തു, അത് സെൻഡർ എൻകോഡ് ചെയ്യുന്നുണ്ട്. എൻകോഡ് മീൻസ് എന്താണ്? തന്റേതായ രീതിയിൽ വാക്കുകളായാലും ചിത്രങ്ങളായാലും ഉൾപ്പെടുത്തി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമാക്കി മാറ്റുന്നുണ്ട്. അതൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചാനൽ വഴി റിസീവറിൽ എത്തുന്നുണ്ട്. ആ റിസീവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ മെസ്സേജിനെ തന്റേതായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കുന്നു. ആ മനസ്സിലാക്കിയെടുക്കുന്ന പ്രോസസ് ആണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ സെൻഡറിലാണ് എന്ത് നടക്കുന്നത്? എൻകോഡിംഗ്. റിസീവറിൽ എന്ത് നടക്കുന്നുണ്ട്? ഡീകോഡിംഗ് നടക്കുന്നുണ്ട്. എന്നിട്ട് ഫൈനലായിട്ട് റിസീവർ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് സെൻഡറിന് നൽകുന്നു. അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ വന്ന എലമെന്റ്സ്? സെൻഡർ, എൻകോഡിംഗ്, മെസ്സേജ്, ചാനൽ, ഡീകോഡിംഗ്, റിസീവർ, ഫീഡ്ബാക്ക്. എക്സാമിന് ചിലപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിനായി ഇത് ചോദിക്കാൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ എലമെന്റ്സ് എന്താണെന്ന്, അല്ലെങ്കിൽ ഫൈനൽ 50 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ പാർട്ടായിട്ട് കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻ എന്താണെന്നും കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ എലമെന്റ്സ് ഏതൊക്കെയാണെന്നും ചോദിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു സെൻഡറിലാണ് എന്ത് നടക്കുന്നത്? എൻകോഡിംഗ് നടക്കുന്നത്. റിസീവറിലാണ് എന്ത് നടക്കുന്നത്? ഡീകോഡിംഗ് നടക്കുന്നത്. അത് മാറിപ്പോകുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെൻഡറിലാണ് എന്ത്? എൻകോഡിംഗ് നടക്കുന്നത്, റിസീവറിലാണ് എന്ത്? ഡീകോഡിംഗ് നടക്കുന്നത്. അടുത്തത് കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ പറ്റിയാ പറയുന്നത്.
ഫസ്റ്റ് ആണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നത്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആർ ദി വൺ വിച്ച് ഫ്ലോസ് ത്രൂ ദി ഒഫീഷ്യൽ ചാനൽസ് ഡിസൈൻ ഇൻ ദി ഓർഗനൈസേഷൻ സ്റ്റാർട്ട്. അതായത് ഒരു സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഇടയിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഓഫീസിൽ ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥരും കാണാം, താഴ്ന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥരും കാണാം. അപ്പൊ അവർക്കിടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് താഴ്ന്ന ഉദ്യോഗസ്ഥരിലേക്കുള്ള കമ്മ്യൂണിക്കേഷനും ആയാലും തിരിച്ച് താഴ്ന്ന പദവിയിലുള്ളവരിൽ നിന്ന് ഉയർന്ന പദവിയിലുള്ളവരിലേക്കായാലും ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്താണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു ഒഫീഷ്യൽ ചാനൽ വഴിയായിരിക്കും. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. It may take place between a superior and a subordinate and a superior, or among the same cadre employees or managers. നേരത്തെ പറഞ്ഞ പോലെ ഉയർന്ന പദവിയിലുള്ള നിന്ന് താഴ്ന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥർക്കിടയിലായാലും തിരിച്ചായാലും അല്ലെങ്കിൽ സെയിം രീതി, അതായത് സെയിം പദവിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും എന്താണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഓർഡർ പുറപ്പെടുവിക്കാറുണ്ട്. അതുപോലെ തന്നെ സർക്കുലർ, ഇമെയിൽ, ഇതൊക്കെ എന്താണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്. അടുത്തത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന്? എനി കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് വിത്തൗട്ട് ഫോളോയിങ് ദ ഫോർമൽ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് സെഡ് ടു ബി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു തരത്തിലുള്ള ഫോർമാലിറ്റിയും കീപ്പ് ചെയ്യാതെ ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നത്, അതുപോലെ പാരന്റ്സുമായിട്ട് സംസാരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സുമായിട്ട് സംസാരിക്കുന്നത് എന്താണ്? ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉദാഹരണമാണ്. അവിടെ എന്തെങ്കിലും ഫോർമാലിറ്റി കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ അവിടെ ഏതെങ്കിലും ഫോർമൽ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു, അതിന്റെ ഒന്നും ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താണ്? ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഈസിലി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും നമുക്ക് ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ സോഴ്സ്, ഉറവിടം കണ്ടെത്താൻ പാടായിരിക്കും. It is very difficult to detect the source of such a communication. It also leads to rumors which are not true. അതായത് പല സന്ദർഭങ്ങളിൽ നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ സോഴ്സ് കണ്ടെത്താൻ, ഉറവിടം കണ്ടെത്താൻ കഴിയില്ല. അത് മാത്രമല്ല, ഇത് പലപ്പോഴും പല രീതിയിലുള്ള റൂമേഴ്സിലേക്ക് നയിക്കാൻ കാരണമാകും. അതായത് ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും സത്യമാണെന്നില്ല, ചിലപ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പൊ അത് അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുണ്ട്. People's behavior is often affected by the rumors and informal discussions which sometimes may hamper the working environment. അതായത് ഇത്തരത്തിലുള്ള ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ വർക്കിംഗ്, അതായത് നമ്മുടെ ചുറ്റുപാടിനെ തന്നെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാം. ചിലപ്പോൾ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റത്തെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കാം, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിവുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറഞ്ഞു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഫോർമാലിറ്റി കീപ്പ് ചെയ്യണം. അതിൽ ഉപയോഗിക്കുന്ന വാക്കുകളായാലും നമ്മളെ സിമ്പിൾസ് ആയാലും ഫോർമൽ രീതിയിലുള്ളതായിരിക്കും. ചില റൂൾസും റെഗുലേഷൻസും എല്ലാം കാണും. പക്ഷെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസിന് നമുക്ക് അത്തരത്തിലൊന്നും വേണ്ട. അപ്പൊ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഒഫീഷ്യലായിട്ട് ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഇപ്പൊ നമ്മൾ കോളേജിലെ HOD ആയിട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉദാഹരണമാണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അത്തരത്തിലുള്ള ഫോർമാലിറ്റി ഒന്നും വേണ്ട. നമ്മൾ നമ്മുടെ നെയ്ബേഴ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി അടുത്ത ഏത് ടൈപ്പാണ് നോക്കാം. അടുത്ത വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ നേരത്തെ ഇതിൽ മെൻഷൻ ചെയ്തായിരുന്നു എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നും. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ യൂസ് ഓഫ് വേർഡ്സ് ടു ട്രാൻസ്മിറ്റ് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ഇൻഫർമേഷൻസ്. അതായത് നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം നമ്മുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഐഡിയാസ് ആയാലും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേർഡ്സ്, അതായത് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുന്നു, അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. അത് രണ്ട് രീതിയിലുണ്ട്. സ്പോക്കൺ വരാം, റിട്ടൺ ഫോമിലുള്ളതും വരാം. അതായത് നമ്മൾ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, അതായത് ഡയറക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ലെങ്കിൽ ഫോൺ വഴി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പ്രസംഗം, അതൊക്കെ എന്താണ്? ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ അത് മാത്രമല്ല, നമ്മൾ എഴുതി തയ്യാറാക്കുന്ന രൂപത്തിലുള്ളവ, നമ്മൾ ഇമെയിൽസ് അയക്കാറുണ്ട്, ലെറ്റേഴ്സ് അയക്കാറുണ്ട്, ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കാറുണ്ട്. ഇതും എന്താണ്? ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്.
അതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് എനി ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് വേർഡ്സ്. അതായത് വാക്കുകൾ ഉപയോഗിക്കാതെ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരാളുമായിട്ട് ആശയം കൈമാറുന്നതിന് എന്ത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല അല്ലാതെയും പറ്റും. അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കാതെ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ബോഡി ലാംഗ്വേജ്, അതായത് നമ്മൾ നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ എങ്ങനെയാണ്, നമ്മുടെ മൂവ്മെന്റ്സ്, നമ്മുടെ കൈയിന്റെയും കാലിന്റെയും മൂവ്മെന്റ്സ് എങ്ങനെയാണ്, അതൊക്കെ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അതായത് നമുക്ക് ഒരു ഇൻഫർമേഷൻ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യാനുണ്ട്, അപ്പൊ നമ്മുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് അതൊക്കെ എന്താണ് ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്. സ്മൈൽ, ചിരി ആകാം, നമ്മൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതെല്ലാം എന്താണ് ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉദാഹരണമാണ്. ഇപ്പൊ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിലൊരു ഐ കോണ്ടാക്ട്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയുമായിട്ട് ഐ കോണ്ടാക്ട് എപ്പോഴും കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ ടോൺ ഓഫ് വോയിസ് അല്ലെങ്കിൽ പാരാ ലാംഗ്വേജ് എന്ന് വിളിക്കാം. നമ്മളിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വോയിസ്, എത്രത്തോളം വോയിസിന്റെ തീവ്രത, ശബ്ദത്തിന്റെ തീവ്രത, അതുപോലെ പിച്ച്, ഇതെല്ലാം എന്താണ് നമ്മൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ആശയം കൈമാറുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതെന്താണ് ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ അപ്പിയറൻസ്, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമായാലും നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയാലും എന്താണ് ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വാക്കുകളല്ലാതെ നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സയൻസിനെയും സിമ്പിൾസിനെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. എക്സാമ്പിൾ ആണ് ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐ കോണ്ടാക്ട്, ടോൺ ഓഫ് വോയിസ് അല്ലെങ്കിൽ പാരാ ലാംഗ്വേജ് എന്ന് പറയും, അപ്പിയറൻസ്. അടുത്ത കമ്മ്യൂണിക്കേഷൻ ഏതെന്ന് നോക്കാം. ഇത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിൽ കണ്ട ഡയറക്റ്റ് ആയിട്ട് സ്പീക്ക് ചെയ്യുന്ന എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിലെന്താണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് സംസാരിക്കുന്നില്ല, വാക്കുകൾ പറയുന്നില്ല, അതെന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് ഉദാഹരണമാണ്. അടുത്ത മൂന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ ടൈപ്പാണ് വൺ വേ ആൻഡ് ടു വേ കമ്മ്യൂണിക്കേഷൻ. എന്താണ് വൺ വേ ആൻഡ് ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കാം. വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡൈഡാക്റ്റിക് മെത്തേഡ്. വൺ വേ കമ്മ്യൂണിക്കേഷന് മറ്റൊരു പേരാണ് ഡൈഡാക്റ്റിക് മെത്തേഡ്. നമ്മുടെ എക്സാമിന് 1 മാർക്കിന് ചോദിക്കാൻ ഡൈഡാക്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് ഏത് കമ്മ്യൂണിക്കേഷൻ ആണ്, വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. വൺ വേ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഡൈഡാക്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് where there is no facility and or expectation of a reply or feedback. അതായത് തിരിച്ചൊരു മറുപടി, തിരിച്ചൊരു പ്രതികരണം പ്രതീക്ഷിക്കാതെ നമ്മൾ ആശയങ്ങൾ കൈമാറുന്ന ഒരു പ്രോസസ്സിനെയാണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. The sender does not know receiver attitude the message. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസിന്, നമ്മൾ നൽകുന്ന മെസ്സേജിന് റിസീവർ, അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ മനോഭാവം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. കാരണം എന്താണ് നമ്മൾ തിരിച്ച് ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് സ്വീകരിക്കുന്നില്ല. അതാണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നോട്ടീസ് ആവാം, അഡ്വർടൈസ്മെന്റ് ആവാം. അപ്പൊ നമുക്ക് ടെലിവിഷനിലുള്ള പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് ആണ് ദിവസവും നമ്മളിലേക്ക് എത്തുന്നത്. അതിന് നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ടോ? ഇല്ല. തിരിച്ച് നമ്മൾ റിപ്ലൈയോ ഫീഡ്ബാക്കോ ഒന്നും കൊടുക്കാറില്ല. കാരണം ഇത്തരത്തിൽ അഡ്വർടൈസ്മെന്റിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, സിമ്പിൾ ആയിട്ട് ജനങ്ങളിലേക്ക് ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ പറ്റും. പിന്നെ ഇത് എക്സ്പെൻസീവ് അല്ല, ചീപ്പാണ്. അതുപോലെ തന്നെ ലെക്ചർ എന്താണ് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. വൺ വേ കമ്മ്യൂണിക്കേഷൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലെക്ചർ. എക്സാമിന് ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ലെക്ചർ ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണെന്നാണ്. ലെക്ചർ എന്ന് പറഞ്ഞാൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്താണ്, നമ്മൾ തിരിച്ച് ഒരു മറുപടി പ്രതീക്ഷിക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. വൺ വേ കമ്മ്യൂണിക്കേഷന്റെ മറ്റൊരു പേരാണ് ഡൈഡാക്റ്റിക് മെത്തേഡ്. ലെക്ചർ എന്താണ് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അടുത്ത ടു വേ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ടു വേ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോക്രാറ്റിക് മെത്തേഡ്. ടു വേ കമ്മ്യൂണിക്കേഷന്റെ വേറൊരു പേരാണ് സോക്രാറ്റിക് മെത്തേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഡൈഡാക്റ്റിക് മെത്തേഡ് ആണ്. ടു വേ കമ്മ്യൂണിക്കേഷൻ എന്താണ് സോക്രാറ്റിക് മെത്തേഡ് ആണ്. നമ്മൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പറഞ്ഞത് തിരിച്ച് ഒരു റെസ്പോൺസ് പ്രതീക്ഷിക്കാതെ നമ്മൾ നൽകുന്ന ഇൻഫർമേഷൻസിനെയാണ് അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ടു വേ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും, തിരിച്ച് നമുക്ക് എന്ത് കിട്ടും, ഒരു റെസ്പോൺസ് കിട്ടും അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കിട്ടും. അതായത് someone send a message to another person and the person receiving the message
സെൻഡ് ബാക്ക് എ റെസ്പോൺസ്. അതായത് നമ്മൾ കൊടുക്കുന്ന മെസ്സേജിന് തിരിച്ച് റിസീവർ ഒരു ഫീഡ്ബാക്ക്, ഒരു റെസ്പോൺസ് തരുന്നുണ്ട്. അതിനെയാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫേസ് ടു ഫേസ്, അതായത് ഡയറക്റ്റ് ആവാം, അല്ലാതെയും ആവാം. ഇറ്റ് ആൾസോ റിഫേർഡ് ആസ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതായത് IPC എന്ന് പറയുന്നത്. ടു വേ കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ടെലിഫോൺ കോൺവെർസേഷൻസ് എന്താണ്? ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് തിരിച്ച് നമുക്ക് ഒരു റിപ്ലൈ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആരുമായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് തിരിച്ച് ഒരു റിപ്ലൈ നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്താണ്? ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്താണ്? അതിന്റെ വേറൊരു പേര് എന്താണ്? ഡയഡാറ്റിക് മെത്തേഡ്. ടു വേ കമ്മ്യൂണിക്കേഷന്റെ വേറൊരു പേര് എന്താണ്? സോക്രാറ്റിക് മെത്തേഡ്. വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്താണ്? നമുക്ക് തിരിച്ച് ഒരു റിപ്ലൈ കിട്ടുന്നില്ല. ടു വേ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോക്രാറ്റിക് മെത്തേഡിൽ എന്താണ്? നമുക്ക് തിരിച്ചൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അടുത്താണ് ഫേസ് ടു ഫേസ് ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ആദ്യം ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നാണ്. ഫേസ് ടു ഫേസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താണ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പീപ്പിൾ, അതായത് രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾ തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. ബോത്ത് ദി കമ്മ്യൂണിക്കേറ്റർ ആൻഡ് റിസീവർ ക്യാൻ സീ ഈച്ച് അതർ. പരസ്പരം എന്താണ് മെസ്സേജ് കൊടുക്കുന്ന വ്യക്തിക്കും അതുപോലെ മെസ്സേജ് സ്വീകരിക്കുന്ന വ്യക്തിക്കും പരസ്പരം കാണാൻ കഴിയും. കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? സെന്ററിനെയാണ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സെന്റർ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആരെയായിരിക്കും? കമ്മ്യൂണിക്കേറ്ററിനെ ആയിരിക്കും. അപ്പൊ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേറ്ററിനും റിസീവറിനും പരസ്പരം കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ പരസ്പരം കാണാൻ കഴിയുന്നത് കൊണ്ട് എന്താണ് അവരുടെ ബോഡി ലാംഗ്വേജ് ആയാലും ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയാലും അവർക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ, വിശദീകരിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നമ്മൾ കണ്ട് സംസാരിക്കുന്നതാവാം, അല്ലാതെ വീഡിയോ കോൺഫറൻസ് കോൾ വഴി നമുക്ക് ഡയറക്റ്റ് കണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ വീഡിയോ ചാറ്റ് വഴി. അതായത് പരസ്പരം ഒരു വ്യക്തിയെ കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. മാസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ടു എ ലാർജ് പോപ്പുലേഷൻ, അതായത് ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഏതാണ്? മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ തന്നെ മഴക്കാലം വരുമ്പോൾ നമുക്ക് എന്താണ് ഡെങ്കിപ്പനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അത് നമുക്ക് ടെലിവിഷനിലൂടെ ഗവൺമെന്റ് എന്ത് കാണിക്കാറുണ്ട്. അതെന്താണ്? ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള വിവരങ്ങൾ അല്ലേ നമുക്ക് ടെലിവിഷനിലൂടെ കിട്ടുന്നത്. അതെന്താണ്? മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. മാസ് കമ്മ്യൂണിക്കേഷൻ വഴി അതായത് ഒരുപാട് ജനങ്ങളിലേക്കാണ് എന്ത് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നത്. അത് ന്യൂസ് പേപ്പർ വഴിയാവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാവാം, ഇന്റർനെറ്റ് വഴിയാവാം, മാഗസിൻസ് വഴിയാവാം. ഇപ്പൊ ലാർജ് പീപ്പിളിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ സെലക്ട് ചെയ്യണം, തിരഞ്ഞെടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? മാസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. പല സന്ദർഭങ്ങളിൽ നമുക്ക് എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ വഴി ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് കിട്ടണമെന്നില്ല. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വ്യക്തികൾ തമ്മിൽ ഡയറക്റ്റ് കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രോസസ് ആണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എപ്പോഴും എന്താണ് ഒരു ലാർജ് പോപ്പുലേഷനെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലാർജ് പോപ്പുലേഷനിലേക്കാണ് നമുക്കൊരു വിവരം കൈമാറ്റം ചെയ്യപ്പെടാനുള്ളതെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നമ്മളിപ്പോ ഏതൊക്കെ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു? ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, അടുത്ത വൺ വേ ആൻഡ് ടു വേ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, അടുത്തത് ഫേസ് ടു ഫേസ് ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഇത്രയാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ പരീക്ഷയ്ക്ക് എസ്സേ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അടുത്ത കമ്മ്യൂണിക്കേഷൻ ആണ് IEC, ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ. IEC എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മളെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ് IEC ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുക എന്നത്. എന്താണ് IEC? നമ്മൾ ആർക്കാണ് IEC കൊടുക്കുന്നത്? IEC ക്ലാസ്സുകൾ കൊടുക്കുന്നത് ആർക്കാണ്? ജനങ്ങൾക്കാണ് IEC ക്ലാസ്സുകൾ കൊടുക്കുന്നത്. എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള IEC ക്ലാസ്സുകൾ അവർക്ക് കൊടുക്കുന്നത്? അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്തിനാ ഇത്തരത്തിൽ IEC ക്ലാസ്സുകൾ കൊടുക്കുന്നത്. IEC refers to a public health approach aiming at changing or reinforcing health-related behavior in a target audience concerning a specific problem within a predefined period of time. അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇപ്പൊ ജനങ്ങൾക്ക് തന്റെ ആരോഗ്യത്തോടുള്ള മനോഭാവം പൂർണ്ണമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് കുറച്ചും കൂടി റീഇൻഫോഴ്സ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ നമ്മൾ എന്ത് നൽകുന്നുണ്ട്? IEC ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. IEC ക്ലാസ്സുകൾ എപ്പോഴും കൊടുക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലത്തിന് വേണ്ടിയിട്ടായിരിക്കും IEC ക്ലാസ്സുകൾ കൊടുക്കുന്നത്.
അപ്പൊ ഒരു IEC നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒബ്ജക്റ്റീവ് കാണും. അതായത് നമുക്ക് അവരുടെ സ്വഭാവം മാറ്റിയെടുക്കണം, സ്വഭാവം നല്ല രീതിയിലാക്കി എടുക്കണം. അത്തരത്തിൽ നമുക്ക് ഒരു ലക്ഷ്യം കാണും. അവരുടെ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓഡിയൻസ് കാണും. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയണെങ്കിൽ മദേഴ്സ് ഓഫ് ചിൽഡ്രൻ ബിലോ 5 years of ഓൾഡ്, അതായത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അമ്മമാർക്ക്, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അമ്മമാർക്കാണ് നമ്മൾ IEC ക്ലാസ്സുകൾ കൊടുക്കണമെങ്കിൽ എന്തൊക്കെ പറയും? അതായത് ഇമ്മ്യൂണൈസേഷൻ കറക്റ്റ് ആയിട്ട് എടുക്കണം, അതുപോലെ തന്നെ അവർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ മിനറൽ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള പോഷകാഹാരങ്ങൾ അടങ്ങിയ ഫുഡ് കൊടുക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ എപ്പോഴും IEC ഒരു സ്പെസിഫിക് ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഡയേറി വന്നു, കുഞ്ഞുങ്ങൾക്ക് ഡയേറി വന്നാൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും? അതായത് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ഒരുപാട് ഫ്ലൂയിഡ് കൊടുക്കാൻ പറയുക. കൂടാതെ തന്നെ എന്താണ്, അവർക്ക് ORS ഉണ്ടല്ലോ, ORS പ്രിപ്പറേഷൻ നമ്മളല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. അതെല്ലാം എന്താണ്, ഒരു IEC ക്ലാസ്സിലാണ്. അപ്പൊ IEC നമ്മൾ സിമ്പിൾ ആയിട്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കുള്ള അറിവ് എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തില് ഇങ്ങനെ നമ്മൾ വിവരങ്ങൾ കൊടുക്കുമ്പോൾ എന്താണ്, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ ആരോഗ്യത്തോടുള്ള സമീപനത്തിൽ എന്താണ് വ്യത്യാസം വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ട്രെങ്തൻ ആവുന്നുണ്ട്. അത്തരത്തില് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ക്ലാസ് ആണ് IEC. IEC ക്ലാസ് എന്താണ്, ഒരു പബ്ലിക് ഹെൽത്ത് അപ്രോച്ച് ആണ്. അതായത് പൊതുജനങ്ങളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കാണാം, ഒരു ഓഡിയൻസ് വേണം, ഒരു സ്പെസിഫിക് ആയിട്ടൊരു പ്രോബ്ലം വേണം, അതുപോലെ തന്നെയാണ് പ്രീ ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈം, അതായത് ഒരു നിശ്ചിത സമയം വേണം. ഈ ബിഹേവിയർ ചേഞ്ച് ഒക്കർ ചെയ്യാനുള്ളത് എന്താണ്, ഒരു നിശ്ചിത സമയത്തിനുള്ളിലാണ്. അടുത്ത എന്താണ്, സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ നോക്കാം. സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ഈസ് ദി പർപ്പസ്ഫുൾ യൂസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബൈ ആൻ ഓർഗനൈസേഷൻ ടു റീച്ച് എ സ്പെസിഫിക് ഗോൾ. ഇപ്പൊ പല സ്ഥാപനത്തിലും അവർക്ക് ഒരു ടാർഗറ്റ് കാണും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഓർഗനൈസേഷൻ ആകുമ്പോൾ നമുക്ക് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, NGO ആവാം, കോർപ്പറേഷൻസ് ആവാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ആവാം. അപ്പൊ അവർക്ക് തന്റേതായ ഒരു ടാർഗറ്റ് കാണും ഓരോ വർഷവും അച്ചീവ് ചെയ്യാനുള്ള. അതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം കോവിഡ് വന്ന സമയത്ത് ഇപ്പൊ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ, CDC എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ നടത്തി. എന്താണ്, നമ്മുടെ ടെലിവിഷനിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയും കോവിഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് എത്തിച്ചു. അതെന്താണ്, ഒരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് കോവിഡിനെ നമ്മൾ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ്, സോപ്പ് ഉപയോഗിക്കണം, മാസ്ക് ഉപയോഗിക്കണം. അപ്പൊ അതെന്താണ്, ഒരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു പ്രത്യേക ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ. അടുത്താണ് ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ BCC. നമുക്ക് ആ വേർഡിൽ നിന്ന് മനസ്സിലാക്കാം, ബിഹേവിയറൽ ചേഞ്ച്, അതായത് നമ്മുടെ പെരുമാറ്റത്തിലുള്ള മാറ്റം കൊണ്ടുവരുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. It is strategic, systematic and evidence-based process that uses communication to promote positive changes in individual. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ജീവിതശൈലി രോഗങ്ങൾ, അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരാതെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ പുകവലി കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പറയും. ഇതെല്ലാം എന്താണ്, ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്തരത്തില് ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് സമൂഹത്തിലെ ആളുകളുടെ ആറ്റിറ്റ്യൂഡും മനോഭാവം വിശ്വാസവും എല്ലാം മാറ്റാൻ കഴിയും. ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ മറ്റൊരു തരത്തിൽ പറയുന്നതാണ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ, SBCC. SBCC എന്ന് പറഞ്ഞാൽ എന്താണ്, ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഒരാളുടെ ലൈഫ് അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. അടുത്ത, ഒരു വ്യക്തിയിൽ നമുക്ക് എങ്ങനെ അയാളുടെ സ്വഭാവം മാറ്റിയെടുക്കാം, അതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബിഹേവിയറൽ ചേഞ്ച് എങ്ങനെയൊക്കെ ഒക്കർ ചെയ്യാം. ചേഞ്ച് ഫ്രം അൺഡിസൈറബിൾ ബിഹേവിയർ ടു ഡിസൈറബിൾ ബിഹേവിയർ, അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത സ്വഭാവത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള നല്ലൊരു ഇഷ്ടമുള്ള സ്വഭാവത്തിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ്. ഫസ്റ്റ് ആണ് പറയുന്നത് കൊഗ്നിറ്റീവ് ഡൊമൈൻ നോളജ്. നമുക്ക് വിവരങ്ങൾ പറഞ്ഞു കൊടുത്ത്, നമുക്ക് ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങളെ കുറിച്ച് അറിവില്ലായിരിക്കും, നമുക്ക് നമ്മളിലുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുത്ത് അയാളുടെ പെരുമാറ്റത്തെ മാറ്റിയെടുക്കാം. അതിനെയാണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. അടുത്ത
അഫക്റ്റീവ് ഡൊമെയിൻ, ആറ്റിറ്റ്യൂഡ്. അതായത് ഇപ്പൊ ചിലവർക്ക് പുകവലി നിർത്താൻ എന്താണ് താല്പര്യമില്ലായിരിക്കും, അവർ മനോഭാവം അങ്ങനെയായിരിക്കും. അപ്പൊ നമ്മൾ അതിന് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ ബിഹേവിയർ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാം. അതിന് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. അടുത്ത സൈക്കോ മോട്ടോർ ഡൊമെയിൻ, അത് പ്രാക്ടീസ് ആണ്. നമുക്ക് ഒരു ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ എന്താണ് നിരന്തരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അത്തരത്തിൽ നമുക്ക് ഒരു ബിഹേവിയർ ചേഞ്ച് ഒക്കർ ചെയ്യാം. അതെന്താണ് ഒരു സൈക്കോ മോട്ടോർ ഡൊമെയിൻ ആണ്. അപ്പൊ കൊഗ്നിറ്റീവ് ഡൊമെയിൻ നോളജ്, അഫക്റ്റീവ് ഡൊമെയിൻ ആറ്റിറ്റ്യൂഡ്, സൈക്കോമോട്ടർ ഡൊമെയിൻ എന്താ പ്രാക്ടീസ് അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് വിളിക്കാം. ഇത് നമ്മുടെ എക്സാമിന് ഒരു മാർക്കിന് ചോദിക്കും. കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ് നോളജ്, അതുപോലെ അഫക്റ്റീവ് ഡൊമെയിൻ എന്താണ് ആറ്റിറ്റ്യൂഡ്, ഈ സൈക്കോമോട്ടർ ഡൊമെയിൻ എന്താണ് പ്രാക്ടീസ്. ഇത്തരത്തിലാണ് ഒരു വ്യക്തിയെ നമുക്ക് ബിഹേവിയർ ചേഞ്ച് ഒക്കർ ചെയ്യുന്നത്. അപ്പൊ ഇത്ര നേരത്തെ നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എന്താണ്, കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനേഷൻ എന്താണ്, അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, കൂടാതെ IEC, BCC അതൊക്കെ പറഞ്ഞത്. ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ വരുന്ന ബാരിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബാരിയേഴ്സ് മീൻസ് എന്താണ് തടസ്സം. ഇനി പാരാമീറ്റർ ദാറ്റ് ലിമിറ്റ് ദി പർപ്പസ് ഒരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി സെൻഡർ ആൻഡ് റിസീവർ ഈസ് എ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഉദ്ദേശത്തെ അല്ലെങ്കിൽ ചാനലിനെ ലിമിറ്റ് ചെയ്യുന്ന അതായത് പരിധിപ്പെടുത്തുന്ന ഏതൊരു പാരാമീറ്ററിനെയാണ് ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബാരിയർ മീൻസ് എന്താണ് തടസ്സം. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് തടസ്സങ്ങൾ വരികയാണെങ്കിൽ എന്താണ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും ഇല്ല. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും നമ്മൾ തടസ്സം വന്നു, ഒരു ബാരിയർ വന്നു, അപ്പൊ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി നടക്കുമോ ഇല്ല. അപ്പൊ നമ്മൾ നൽകുന്ന മെസ്സേജ്, കമ്മ്യൂണിക്കേറ്റർ നൽകുന്ന മെസ്സേജ് വളരെ നല്ല രീതിയിൽ റിസീവറെ എത്തിച്ചേർന്നാൽ മാത്രമേ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടന്നു എന്ന് പറയാൻ പറ്റൂ. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായിട്ട് ഒരു വ്യക്തിയിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ എന്താണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടന്നില്ലെന്ന് പറയാം. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഒരു കമ്മ്യൂണിക്കേഷന്റെ ബാരിയർ എന്ന് നോക്കാം. ആദ്യമായിട്ട് ഫിസിക്കൽ ബാരിയർ ആണ്. ഫിസിക്കൽ ബാരിയർ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസ്, ദൂരം. When two persons are at a distance apart, one cannot hear the voice clearly. ഇപ്പൊ നമ്മൾ ഒരാളുമായിട്ട് ആശയവിനിമയം നടത്തിയാണ്, ഇപ്പൊ നമ്മൾ ഒരുപാട് ദൂരെ നിന്നാണ് സംസാരിക്കുന്നത് എങ്കിൽ എന്താണ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് കേൾക്കാൻ പറ്റൂ ഇല്ല, കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ ഡിസ്റ്റൻസ് അവിടെ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ്. അടുത്ത ലാക്ക് ഓഫ് ടൈം. നമ്മൾ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അയാൾ വേറെ ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം അയാൾ കേൾക്കാൻ റെഡിയാവും ഇല്ല, അതെന്താണ് ഒരു കമ്മ്യൂണിക്കേഷന്റെ ബാരിയർ ആണ്, ലാക്ക് ഓഫ് ടൈം. പിന്നെ നോയ്സ്, അതായത് അൺവാണ്ടഡ് സൗണ്ടിനെയാണ്, നമുക്ക് ആവശ്യമില്ലാത്ത ശബ്ദത്തിനെയാണ് നോയ്സ് എന്ന് വിളിക്കുന്നത്. ഒരുപാട് ശബ്ദം, അതായത് ഒരുപാട് ഉച്ചത്തിലുള്ള ശബ്ദം നമുക്ക് എന്താണ് ഒരാൾ പറയുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് കേൾക്കാൻ പറ്റാതെയാക്കും. അപ്പൊ നോയ്സ് എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ്. ഇപ്പൊ ഫിസിക്കൽ ബാരിയറിൽ വരുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ലാക്ക് ഓഫ് ടൈം, നോയ്സ്. അടുത്ത ബാരിയർ ഏതാണെന്ന് നോക്കാം. അടുത്തത് ഫിസിയോളജിക്കൽ ബാരിയർ. ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഫിസിയോളജിക്കൽ എന്താണ് റിലേറ്റ് ടു ദ ഹ്യൂമൻ ബോഡി, നമ്മുടെ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത കണ്ടീഷനാണ് ഫിസിയോളജിക്കൽ ബാരിയർ. അതായത് ഫിസിയോളജിക്കൽ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ ആർ ഒബ്സ്റ്റക്കിൾസ് കോസ്ഡ് ബൈ എ പേഴ്സൺസ് ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ബോഡി ഇൻക്ലൂഡിംഗ് സെൻസറി ഇമ്പയർമെന്റ് ലൈക്ക് ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ പുവർ വിഷൻ. നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ മെസ്സേജ് സ്വീകരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും കാഴ്ചക്ക് തകരാറുണ്ട് അല്ലെങ്കിൽ കേൾവി തകരാറുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മെസ്സേജ് നല്ല രീതിയിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനെയാണ് ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. അതായത് ആ വ്യക്തിയുടെ ബോഡി കണ്ടീഷനെ അനുസൃതമായിട്ടായിരിക്കും ആ വ്യക്തി നമ്മൾ നൽകുന്ന മെസ്സേജ് മനസ്സിലാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കൊണ്ട് അസുഖങ്ങൾ നേരിടുന്ന വ്യക്തിയാണ്, അപ്പൊ അവർക്ക് അത്തരത്തിൽ പെയിന് അതുപോലെ ക്ഷീണം അതൊക്കെ കാണും. അപ്പൊ നമ്മൾ നൽകുന്ന മെസ്സേജ് നല്ല രീതിയിൽ റിസീവറിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതാണ് ഫിസിയോളജിക്കൽ ബാരിയർ. അടുത്ത സൈക്കോളജിക്കൽ ബാരിയർ. Psychological barrier are the mental and emotional factors that interfere with the exchange of message such as lack of attention, strong emotion. ഇപ്പൊ എന്തെങ്കിലും മാനസിക പിരിമുറുക്കമുള്ള വ്യക്തികളുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ അവർക്ക് നമ്മൾ പറയുന്ന വാക്കുകളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതും എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ്. അടുത്ത ബാരിയർ ആണ് കൾച്ചറൽ ബാരിയർ. കൾച്ചറൽ ബാരിയർ എന്ന് വെച്ചാൽ നമുക്ക് ചില വിശ്വാസങ്ങളാണ്, ചില ആചാരങ്ങളോടുള്ള വിശ്വാസം കാണും, അല്ലെങ്കിൽ കസ്റ്റംസ്, ബിലീഫ്സ് എക്സ്ട്രാ ക്യാൻ ബി ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ചില ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളോടൊക്കെ ഭയങ്കര വിശ്വാസം കാണും, അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ അവർ ഈസിലി എന്താണ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ കൾച്ചറൽ ബാരിയർ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ്. അടുത്ത മിസ് ഇന്റർപ്രിട്ടേഷൻ. മിസ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റായിട്ട് മനസ്സിലാക്കാൻ. ഈസ് ഇൻകറക്ട്ലി ഡിസ്ക്രൈബിങ് ഓർ അണ്ടർസ്റ്റാൻഡ് സംതിങ്. ഇപ്പൊ സെൻഡർ നൽകുന്ന മെസ്സേജ്
റിസീവർ തെറ്റായാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് മിസ് ഇന്റർപ്രിട്ടേഷൻ. അതൊരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ്. ദ റിസീവർ may not be familiar with the words or picture used in the message and may get the wrong idea. സെൻഡർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ആയാലും ചിത്രങ്ങളായാലും സിംബൽസ് ആയാലും ചിലപ്പോൾ അത് മെസ്സേജ് സ്വീകരിക്കുന്ന വ്യക്തിയായ റിസീവറിന് പിടികിട്ടണമെന്നില്ല. അപ്പൊ അതെന്താണ്, റിസീവർ തെറ്റായിട്ട് ആ മെസ്സേജിനെ മനസ്സിലാക്കും. ആ ഒരു പ്രോസസ്സാണ് മിസ് ഇന്റർപ്രിട്ടേഷൻ. ഈ മിസ് ഇന്റർപ്രിട്ടേഷൻ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ്. അതായത് നമ്മൾ നൽകുന്ന മെസ്സേജ് റിസീവറിന് മനസ്സിലായില്ലെങ്കിൽ എന്താണ്, അതൊരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ അല്ലേ. ഡിസ്റ്റോർഷൻ. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ റിസൾട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ the original intended meaning of a message is replaced with a different interpretation of the receiver. അതായത് നമ്മൾ സെൻഡർ നൽകുന്ന മെസ്സേജ് റിസീവർ മറ്റൊരു രീതിയിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലേസ് ചെയ്തെടുക്കുന്നുണ്ട്. റിസീവർ തന്റേതായ വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പിക്ചർ ഉപയോഗിച്ച് ഒന്നെങ്കിൽ ആഡ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ അതിനെ സബ്സ്ട്രാക്ട് ചെയ്ത് മറ്റൊരു രീതിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജിനെ മറ്റൊരു രീതിയിലേക്ക് റിസീവർ മാറ്റുന്ന പ്രോസസ്സാണ് ഡിസ്റ്റോർഷൻ. ഇത് എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ്. ഇപ്പൊ നമ്മൾ നൽകുന്ന മെസ്സേജ് റിസീവർ വേറൊരു രീതിയിലെടുത്ത് മാറ്റി അവിടെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കുക ഇല്ല. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ? ഫിസിക്കൽ ബാരിയർ ഉണ്ട്, അതിൽ തന്നെ ഡിസ്റ്റൻസ്, ലാക്ക് ഓഫ് ടൈം, നോയ്സ്. അടുത്തത് ഫിസിയോളജിക്കൽ ബാരിയർ. ഫിസിയോളജിക്കൽ ബാരിയർ എന്താണ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പൊ പുവർ വിഷൻ അല്ലെങ്കിൽ ഹിയറിംഗ് ഡിഫിക്കൽറ്റി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. അടുത്ത സൈക്കോളജിക്കൽ ബാരിയർ ആണ്. മെന്റൽ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ സൈക്കോളജിക്കൽ ബാരിയർ. അടുത്ത കൾച്ചറൽ ബാരിയർ, നമ്മളെ കുറച്ച് വിശ്വാസങ്ങൾ കാണും, അത് കൾച്ചറൽ ബാരിയർ ആണ്. അടുത്ത മിസ് ഇന്റർപ്രിട്ടേഷൻ, അതായത് നമ്മൾ നൽകുന്ന മെസ്സേജ് തെറ്റായിട്ട് റിസീവർ മനസ്സിലാക്കുന്നു, അത് മിസ് ഇന്റർപ്രിട്ടേഷൻ. അടുത്ത ഫൈനലാണ് ഡിസ്റ്റോർഷൻ, അതായത് റിസീവർ തന്റേതായ രീതിയിൽ നമ്മൾ നൽകുന്ന മെസ്സേജിനെ മാറ്റിയെടുക്കുന്നു, ആ പ്രോസസ് ആണ് ഡിസ്റ്റോർഷൻ. ഇത് കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഇൻഫോം, നമ്മൾ വിവരങ്ങൾ കൈമാറുന്നതിന് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ എന്താണ് വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കൈമാറുകയാണ് ചെയ്യുന്നത്. പിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ആളുകളുടെ സ്വഭാവം മാറിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. റെസിഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ, ആളുകളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, പറഞ്ഞു അറിയാത്ത കാര്യങ്ങൾ, പല കാര്യങ്ങളും ഇപ്പം ഞങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലൂടെ എന്താണ് നമുക്ക് അറിവുള്ള കാര്യങ്ങൾ അവരിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്റർടൈൻ ചെയ്യുന്നുണ്ട്, ബിഹേവിയർ ചേഞ്ച്, അതായത് നമുക്ക് നെഗറ്റീവ് ബിഹേവിയറിനെ ഒരു പോസിറ്റീവ് ബിഹേവിയർ ആക്കി മാറ്റുന്നു. ബിൽഡ് ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ, നമ്മൾ പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം നമ്മൾ എന്ത് ചെയ്തെടുക്കുന്നു, ബിൽഡ് ചെയ്തെടുക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷൻ? ഇൻഫോം, മോട്ടിവേറ്റ്, പ്രസുഡൈസ്, എഡ്യൂക്കേറ്റ്, എന്റർടൈൻ, ബിഹേവിയർ ചേഞ്ച്, ബിൽഡ് ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ. അത് കമ്മ്യൂണിക്കേഷന്റെ സ്കിൽസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ സ്കിൽസ് ആണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ഹ്യൂമൻ റിലേഷൻ സ്കില്ല്. ഹലോ, ഫസ്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നതാണ് ഹ്യൂമൻ റിലേഷൻ സ്കില്ല്. അതിൽ ഹ്യൂമൻ റിലേഷൻ സ്കില്ല് നമുക്ക് എന്തൊക്കെ വേണമെന്നാണ്. അതിൽ ആദ്യത്താണ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് എന്താണ് ആശയങ്ങൾ കൈമാറണം അല്ലെങ്കിൽ ഐഡിയാസ് കൈമാറണമെങ്കിൽ എന്ത് വേണം? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതായത് നമുക്ക് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് വ്യക്തികളിലേക്ക് എന്താണ് ഈസി ആയിട്ട് നമുക്ക് ഐഡിയാസ് കൈമാറാൻ കഴിയണം. അടുത്താണ് എമ്പതി. എമ്പതി മീൻസ് എന്താണ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ നമ്മൾ ഒരു ടീമിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ അവരെ എൻകറേജ് ചെയ്യാനും നമുക്ക് എന്തായിരിക്കണം, കഴിവുണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്രിഷിയേറ്റിംഗ് അതേഴ്സ് യുണീക് നീഡ്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പെർസ്പെക്റ്റീവ്സ്, അതായത് മറ്റുള്ളവരുടെ വിഷമങ്ങളും മറ്റുള്ളവരുടെ സങ്കടങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് എന്തായിരിക്കണം, കഴിവുണ്ടായിരിക്കണം. കൂടാതെ അവർ സപ്പോർട്ട് ചെയ്യണം, അവർ റെസ്പെക്ട് ചെയ്യണം. അതിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. എമ്പതി എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വരുന്നതാണ്. ആ ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. ഇപ്പൊ നമ്മൾ ഒരു ടീമിൽ വർക്ക് ചെയ്യും, ഇപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യും. ഇങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് പരസ്പരം ഷെയറിംഗ് മെന്റാലിറ്റി വേണം. എന്ത് തന്നെയായാലും വിവരങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ ഷെയറിംഗ് മെന്റാലിറ്റി വേണം. പിന്നെ നമ്മുടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനെ സപ്പോർട്ട് ചെയ്യണം, അവരെ എന്ത് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യിക്കണം. നമ്മളെ മനസ്സിലുള്ള ലക്ഷ്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് എല്ലാം മറ്റുള്ളവരെ പങ്കുവയ്ക്കാൻ നമുക്ക് എന്ത് വേണം, കഴിവുണ്ടായിരിക്കണം. അപ്പൊ ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. അടുത്ത കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ആണ്. അതായത് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്. അപ്പൊ പ്രശ്നം വരുമ്പോൾ അത് നല്ല രീതിയിൽ സോൾവ് ചെയ്യാനുള്ള മെന്റാലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് ആർക്കും രണ്ടുപേർക്കും എന്താണ് ദോഷമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ബെനിഫിഷ്യൽ വേയിൽ പരിഹരിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഹ്യൂമൻ റിലേഷൻ സ്കിൽ എന്തൊക്കെയാണ് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. അതുപോലെ എമ്പതി, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും
അവരെ അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, അതായത് മറ്റുള്ളവരുമായിട്ട് ചേർന്ന് നമുക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ തർക്കങ്ങൾ, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, തർക്കങ്ങൾ പരിഹരിക്കാൻ പറ്റണം. അടുത്തത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. Interpersonal communication skills are known as people skills, are the ability to use to communicate, interact and build relationship with others effectively. മറ്റുള്ളവരുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ക്യാപ്പബിലിറ്റിയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, അതായത് എന്തെങ്കിലും തീരുമാനം എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി എന്താണ്, ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതുപോലെ തന്നെ ലിസണിങ് സ്കിൽ, ഇപ്പം ഒരാൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ആക്റ്റീവായിട്ട് ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതുപോലെ തന്നെ വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വരുന്നതാണ്. നെഗോട്ടിയേഷൻ, അതായത് ചർച്ചകൾ ചെയ്യാനുള്ള കഴിവ് നമുക്ക് എന്താണ്, ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എബിലിറ്റി ടു യൂസ് കമ്മ്യൂണിക്കേറ്റ്, ഇന്ററാക്ട് ആൻഡ് ബിൽഡ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, അതായത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആശയവിനിമയം നടത്തി എളുപ്പത്തിൽ എന്താണ് നല്ല റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിവിനെയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അതിലെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ വരാം, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ വരാം, അതുപോലെ തന്നെ അസർട്ടീവ്നെസ് വരാം, ലിസണിങ് സ്കിൽസ് വരാം. ഓരോ സ്കിൽസ് എന്തൊക്കെയാണെന്നാ പറയുന്നത്. ഫസ്റ്റ് ലിസണിങ് സ്കില്ലാണ്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനമായി വേണ്ടതാണ് ലിസണിങ് സ്കില്ല്. ഒരു സെന്റർ പറയുന്ന മെസ്സേജ് വളരെ നല്ല രീതിയിൽ കേട്ടുകൊണ്ടിരിക്കണം. ലിസണിങ് സ്കിൽ ഈസ് ദി എബിലിറ്റി ടു ആക്യുറേറ്റ്ലി ആൻഡ് കംപ്ലീറ്റ്ലി റിസീവ്, ഇന്റർപ്രറ്റ് ആൻഡ് റെസ്പോണ്ട് ടു ഇൻഫർമേഷൻ ഇൻ സ്പോക്കൺ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. സെന്റർ നമുക്കൊരു ഇൻഫർമേഷൻ തരികയാണ്, അതിന് നല്ല രീതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന് റെസ്പോണ്ട് ചെയ്യണം. അതിന് വേണമെങ്കിൽ നമുക്ക് തന്റേതായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. അതൊക്കെ ഒരു ലിസണറിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ഡ്രോയിങ് സ്കിൽ. ഡ്രോയിങ് സ്കിൽ എന്താണ്, നമുക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്സ്, കമ്പ്യൂട്ടർ തന്നെ എന്തെങ്കിലും ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഡ്രോയിങ് സ്കിൽ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ എന്താണ് ഡ്രോയിങ് സ്കിൽ, അതായത് മേക്കിംഗ് കോംപ്ലക്സ് ഐഡിയാസ് ക്ലിയർ ആൻഡ് മോർ മെമ്മറബിൾ. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഡ്രോയിങ് സ്കിൽസ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എന്താണ് ഈസിലി മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈസിലി എന്താണ് നമുക്ക് മെമ്മറബിൾ ആയിട്ട് മാറും. അതിനെയാണ് ഡ്രോയിങ് സ്കിൽ എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ ലിസണിങ് സ്കിൽ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലാണ് ലിസണിങ് സ്കില്ല്. അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഒരു കമ്മ്യൂണിക്കേറ്റർ പറയുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വേണം ശ്രദ്ധിച്ചിരിക്കാൻ. അടുത്തതാണ് ഡ്രോയിങ് സ്കില്ല്. ഡ്രോയിങ് സ്കിൽ എന്താണ്, നമുക്ക് ഐഡിയാസിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളതാക്കി മാറ്റുന്നു. റൈറ്റിംഗ് സ്കില്ല്. റൈറ്റിംഗ് സ്കിൽസ് ആർ ദി ഫൗണ്ടേഷണൽ എബിലിറ്റീസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ആൻഡ് ക്ലിയർലി ത്രൂ റിട്ടൺ വേർഡ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയായാലും അതുപോലെ തന്നെ സിമ്പിൾസ് ആയാലും വളരെ നല്ല രീതിയിൽ മറ്റൊരു വ്യക്തിയിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റൈറ്റിംഗ് സ്കിൽ. റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഫൗണ്ടേഷൻ എബിലിറ്റി യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ആൻഡ് ക്ലിയർലി ത്രൂ ദി റിട്ടൺ വേർഡ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയത്തിൽ ഏർപ്പെടാൻ സഹായിക്കുന്നത് എന്ത് വഴിയാണ്, റൈറ്റിംഗ് സ്കിൽ വഴിയാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഏതൊക്കെയാണ്, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, അതുപോലെ തന്നെ ലിസണിങ് സ്കില്ലുണ്ട്, ഡ്രോയിങ് സ്കില്ലുണ്ട്, അടുത്ത റൈറ്റിംഗ് സ്കില്ലുണ്ട്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്, എന്താണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ എലമെന്റ്സ് ഏതൊക്കെയാണ്, പിന്നെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ IEC എന്താണ്, ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ബിഹേവിയർ സ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ്, കൂടാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.